ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചിക്കൻ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കരിവേപ്പില, പുതിനയില, മല്ലിയിലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2 സവാള, ഒരു തക്കാളി പേസ്റ്റാക്കിയത്, ഒരു ഉള്ളി മൂപ്പിച്ചത്, ഇഞ്ചി, പിന്നെ പച്ചമുളക് എല്ലാം പൊടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് കുറച്ച് എണ്ണ വീഴ്ത്തിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ച പുതിനയില, മല്ലിയില, കരിവേപ്പിലയും കൂടെ പൊടിച്ച്, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ഞാൻ പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. കുറച്ച് നേരം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വയ്ക്കാം. ഇനി ഇതിലോട്ട് ചിക്കൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ചിക്കനിൽ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഞാൻ വിരവി വെച്ചതായിരുന്നു. തോനെ മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല, ഇച്ചിരി കൂടെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അതിനുശേഷം തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് വാടി വന്നിട്ട് കുറച്ച് നേരം കിടക്കട്ടെ. കുറച്ച് നേരം തക്കാളിയും കൂടെ വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം. ഇനി ചിക്കൻ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 2 സവാള അരിഞ്ഞ് വെച്ചത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാളയും കൂടെ വാടി വന്നതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റോളം കിടന്നൊന്ന് നല്ലോണം വാടി വരട്ടെ. ഇനി അടുത്തത് തക്കാളി പേസ്റ്റാക്കി വെച്ചേക്കുന്നതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, പിന്നെ ഇത് തക്കാളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. തക്കാളി ഞാൻ ഒരെണ്ണം അല്ലാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പേസ്റ്റാക്കി വെച്ചേക്കുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഈ ടേസ്റ്റ് കൂട്ടുന്നത് ഈ തക്കാളിയും കൂടെ പേസ്റ്റാക്കി ചേർക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു സവാള മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതിൽ സവാള മൂപ്പിച്ച് വെച്ചേക്കുന്നത് നല്ലോണം മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. സവാളയും അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അത് ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റോളം ഒന്ന് വാടി വന്നതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്കിതിൽ ഇനി ചേർക്കാനുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഞാൻ ചൂടാക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കണം. അടുത്തത്
ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ശകലം ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ഞാൻ മറ്റേ പുതിനയിലയും മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലേ അത് ഇട്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഇത് ഉപ്പ് ചേർക്കാത്തത്. ഇപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സവാള മുപ്പിച്ചിടുന്നത്, തക്കാളി, പിന്നെ കരിവേപ്പില, പുതിനയില, മല്ലിയില എല്ലാം കൂടെ ഉപ്പും ചേർത്ത് അരച്ച് പൊടിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.